കേരളം എങ്ങോട്ടാണ് പാർത്താ പോകുന്നത്? 11 വയസ്സായ മകൻ്റെ കൂട്ടുകാരനായ 14കാരനോടൊപ്പം 35കാരിയായ അമ്മ നാട് വിടുന്നു. സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് പോലും ഇപ്പോൾ മനസ്സിലാകാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലേ? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് യാഥാർത്ഥ്യത്തിൽ നമുക്ക് ആർക്കും മനസ്സിലാവാത്തൊരവസ്ഥയുണ്ട്. സത്യത്തിൽ ഈ കൊലപാതകങ്ങളുടെ പരമ്പര ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ കൊലപാതകം കണ്ടല്ലോ, അതുപോലെ തന്നെ ചെന്താമരയുടെ കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ ഒരാളെ വെട്ടിക്കൊന്നിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ മയക്കുമരുന്നും മദ്യവും ഒരു ഭാഗത്ത് ഒഴുകുന്ന ഒരു സാഹചര്യം, മാനസികാരോഗ്യം നഷ്ടപ്പെട്ട ഒരു പുതുതലമുറ വളർന്നു വരുന്നു. ഇപ്പം പലപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യം, ഈ മാനസികാരോഗ്യം പിന്നെ കുട്ടികളെയൊക്കെ തുറന്നു വിടുന്നു, സ്വാതന്ത്ര്യം വേണം, ഞങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോളാം, ഞങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ കൈകടത്തരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇപ്പം നേരെ വിപരീതമായൊരു സാഹചര്യത്തിലേക്കാണോ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. സത്യത്തിൽ ഒരു മാനസികാരോഗ്യവും ഇല്ലാത്ത കുട്ടികളാണ് വളർന്നു വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അധ്യാപകൻ ശിക്ഷിച്ചതിന് പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു, അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ആത്മഹത്യ ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് 2ാം ക്ലാസ്സുകാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നേരെ ഫയർഫോഴ്സ് സ്റ്റേഷനിൽ പോയി കയറി. പോലീസ് സ്റ്റേഷനാണെന്ന് വെച്ചിട്ട് ഫയർഫോഴ്സ് സ്റ്റേഷനിൽ കയറി. എന്താ ചോദ്യം അറിയോ? അമ്മ വീട്ടിൽ കയറ്റിയില്ല, എന്തോ കാര്യം പറഞ്ഞിട്ട് എന്തോ തർക്കമായതാണ്. അപ്പൊ അവിടെ ഇടയ്ക്ക് ഒരു അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയ ഒരു പയ്യൻ മൊബൈൽ ഫോൺ കൊണ്ടുവന്നു എന്നതിന്റെ പേരില്. അതെ, ഇത് ഇപ്പൊ എന്താ അറിയോ, ഇത് മദ്യവും മയക്കുമരുന്നും മറ്റു കാര്യങ്ങളെല്ലാം എന്റെ സ്വാതന്ത്ര്യമാണ്, എന്നെ ഫ്രീ ആയി വിടൂ, എന്നെ ഫ്രീ ആയി വിട്ടാൽ മാത്രമാണ് ഞാൻ ജീവിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയും ഫ്രീ ആയി വിട്ടിട്ട് ഒരു തേങ്ങയും പഠിക്കാത്ത ഒരു ആളുകളായിട്ട് ഇപ്പോഴത്തെ പുതുതലമുറ മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് എന്തെന്നറിയാമോ, മൈത്രേൻ ഇവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ മൈത്രേൻ പറഞ്ഞു 18 വയസ്സ് കഴിഞ്ഞാൽ മക്കളെ അവരെ ഇഷ്ടത്തിന് വിടുക, നമുക്ക് പിന്നെ അതിൽ എന്താ പറയുക ഒരു റോളും ഇല്ല. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മക്കൾ ആരെ കൊന്നാലും ആരെ ചീത്ത വിളിച്ചാലും ലഹരിക്കടിമയായാലും അവരെന്ത് ചെയ്താലും അതൊക്കെ അവരുടെ ജീവിതമാണ്, അവിടെ തള്ളയ്ക്കും തന്തയ്ക്കും ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ തർക്കിച്ചപ്പോഴാണ് എന്നെ കാണുമ്പോൾ തന്നെ കുളിക്കണമെന്നൊക്കെ പറഞ്ഞ മൈത്രേയൻ രംഗത്ത് വന്നത്. ഇപ്പം 23 വയസ്സായ ഒരു യുവാവാണ്, വീട്ടിൽ 6 പേരെ. അതിൽ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, ഈ കുളി എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണ്യ സംസ്കാരമാണ്. സായിപ്പന്മാരൊന്നും അങ്ങനെ കുളിക്കാറില്ല. പണ്ട് മുതൽ ഇവിടുത്തെ സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്നതാണ് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക, ആരെങ്കിലും കണ്ടാൽ കുളിക്കുക എന്നൊക്കെ. ബ്രാഹ്മണ്യന്മാർ, അതായത് ഈ പറയുന്ന ജമ്മി പരമ്പരകൾ ഉണ്ടാക്കിച്ചൊരു സാധനമാണ്. അത് തന്നെയാണ് ഈ പറയുന്ന മൈത്രേയനെടുത്ത് പറഞ്ഞത് എന്നതും അയാളുടെ ഉള്ളിലുള്ള ഈ പറയുന്ന സാധനങ്ങളൊന്നും പോയിട്ടില്ല എന്നുള്ളതിൻ്റെ കാര്യമാണ്. ഇവിടെ യഥാർത്ഥത്തിൽ കുട്ടികളെ തുറന്നു വിടുക. ഇതേ വിഷയം തന്നെ ഇന്നലെ ശ്രീജിത്തുമായിട്ട് ഒരു ചർച്ചയുണ്ടായിരുന്നു, പണിക്കരുമായിട്ടൊരു ചർച്ചയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് നല്ല പാരൻറ്റിങ്, അതായത് കുട്ടികളെ മനസ്സിലാക്കുന്ന പാരൻറ്റിങ്, അവരുടെ കമ്മ്യൂണിക്കേഷൻ ആണ് വേണ്ടത്. കമ്മ്യൂണിക്കേഷൻ നിരന്തരമായിട്ട് നമ്മൾ രക്ഷിതാക്കളുമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നല്ല കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. അവരുടെ ഇഷ്ടത്തിനൊക്കെ വിട്ടേക്കും, അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാം. അല്ലാതെ ഇപ്പോൾ പറയും മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന അമ്മമാർ, വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ മക്കളെ അവരുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റി കൊടുക്കുന്ന അമ്മമാർ, അച്ഛന്മാർ, ഇതല്ല പാരൻറ്റിങ്. അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വരികയും അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അവരെ ഏത് വഴി തെറ്റായി പോകുന്നു എന്ന് മനസ്സിലാക്കുകയും അത് തിരുത്തി കൊടുക്കുകയും ചെയ്യുന്നത് കൂടിയാണ് പാരന്റിംഗ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഈ വിഷയം പാലക്കാട് കുനിശ്ശേരി കുതിരപ്പാറ സ്വദേശിയാണ് 11 വയസ്സുള്ള മകന്റെ കൂട്ടുകാരനായ 14കാരനൊപ്പം നാട് വിട്ടത്. 14 വയസ്സുകാരൻ സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്താത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടമ്മയോടൊപ്പം ഉള്ളതായി വിവരം ലഭിച്ചത്. ആലത്തൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് എറണാകുളത്ത് വെച്ചാണ് വീട്ടമ്മയും കുട്ടിയെയും കണ്ടെത്തിയത്. കുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് വീട്ടമ്മയ്ക്കെതിരെ കേസെടുത്തു. അതായത് കഴിഞ്ഞ ദിവസം പരീക്ഷ കഴിഞ്ഞ ശേഷം യുവതിക്ക് അടുത്തെത്തിയ ബാലനാണ് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞതെന്ന് പോലീസ് പറയുന്നു. എന്നാൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയായതിനാൽ യുവതി പ്രതിയായി. നാടുവിട്ട ഇരുവരും പാലക്കാട് നിന്ന് എറണാകുളത്തെത്തിയപ്പോഴേക്കും പോലീസ് ഇവരെ പിടികൂടി. ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ അവരോട് പോയി പറഞ്ഞത്? എന്ത് കാര്യത്തിലാണ് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഈ യുവതിയുമായി ബന്ധപ്പെട്ട് ഈ യുവതി മാനസിക അസ്വസ്ഥ്യമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ള ഒരാളാണോ എന്നുള്ളത് നമ്മൾ ആദ്യം വിലയിരുത്തേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ സ്ത്രീയും കുട്ടിയും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമാണ് നിലനിന്നിരുന്നത്? ഇവർ തമ്മിൽ എന്താണ് ഈ പറയുന്ന പോലെ നമ്മൾ നാട് വിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഒളിച്ചോടി എന്നൊക്കെയാണ് പറയുക. യഥാർത്ഥത്തിൽ അത് ഇനിയാണോ സംഭവിച്ചത്? ഇനി അതല്ല, ഈ കുട്ടിയെ വേറൊരു രീതിയിൽ, അപ്പം നമുക്ക് പല രീതിയിൽ കുഞ്ഞുങ്ങളെ കാണാം, അപ്പോൾ ആ രീതിയിൽ കൂടെ പോയി പിന്നെ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചു കൊടുത്തതാണോ? നമുക്കൊന്ന് ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞപ്പോൾ അത് ആഗ്രഹം സാധിച്ചു കൊടുത്തതാണോ എന്നൊന്നും നമുക്ക് വ്യക്തത വന്നിട്ടില്ല ഈ കാര്യത്തിൽ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, പോലീസ് ഈ യുവതിക്കെതിരായിക്കൊണ്ട് ലൈംഗിക അതിക്രമത്തിന് കേസെടുത്തു
എടുത്തു എന്നൊരു വാർത്ത പുറത്ത് വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത പുറത്ത് വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുമായി ഒരു യുവതി പുറത്തു പോകുന്ന സമയത്ത് ആ കുട്ടി എന്ത് കാരണത്താലാണ് അവർ പുറത്തു പോയത്, എന്ത് അർത്ഥത്തിലാണ് അവർ പുറത്തു പോയത്, ഈ കുട്ടിയുമായി പിന്നെ ഈ പറയുന്ന പോലെ ഒളിച്ചോടി എന്നുള്ള ഒരു നെറേഷൻ തന്നെയാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്ന വാർത്ത ഈ ലൈംഗിക അതിക്രമത്തിന് ഈ യുവതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്ന് കൂടെ പുറത്തു വരുന്നുണ്ട്. ആ വാർത്ത സത്യമാണെങ്കിൽ അതിലൊരു പക്ഷേ ഈ പറയുന്ന ഒഫൻസീവായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. പക്ഷേ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഒരു കുടുംബത്തിൽ ഇവർ വിവാഹിതയാണോ എന്ന് എനിക്കറിയില്ല, വിവാഹിതയാണോ എന്നാണ് തോന്നുന്നു അല്ലേ, മകൻ്റെ കൂട്ടുകാരനൊപ്പം കുഞ്ഞുണ്ട്. അങ്ങനെയുള്ള ഒരാൾ ഒരു 14 വയസ്സുകാരൻ്റെ കൂടെ ഒരു മറ്റ് താല്പര്യങ്ങൾ വെച്ചിട്ട് പോവുകയാണെങ്കിൽ, അതായത് അവൻ കെയർ ചെയ്യും, ഒരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോയ് ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? മാനസികമായ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണോ? ഇനി അതല്ല, ഇവർക്കിപ്പം ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞാണ് എന്ന് പോലും ബോധ്യമില്ലാതെ അയാളുടെ കൂടെ, ആ കുഞ്ഞിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന മനസ്ഥിതിയിലേക്ക് അവരെ എത്തിച്ചത് എന്ത് കാര്യമാണ് എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് പറയേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ എന്ത് തന്നെയായാലും ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരായതുകൊണ്ട് അത് പോലീസ് കേസെടുക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ സാമാന്യ യുക്തി, സാമാന്യ ബോധം ഉണ്ടെങ്കിൽ 14-കാരൻ്റെ ഒപ്പം പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് വരാനുള്ള ഒരു ബോധം അവർ കാണിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു സാഹസത്തിന് അവർ മുതിരില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അതൊക്കെ കൈവിട്ട് അതിലേക്കൊക്കെ അപ്പുറത്തേക്ക് ചിന്തിച്ച് പോലീസ് ഉള്ളതും മറന്ന് ഈ വാർത്താമാധ്യമങ്ങളും ഈ സോഷ്യൽ മീഡിയയും ഒക്കെ ഇത്രയും മാറിയ കാലഘട്ടമൊക്കെ മാറിയ ഈ കാലഘട്ടമൊക്കെ മറന്നുകൊണ്ട് അവർ എറണാകുളത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ ഒരു ചേതോവികാരം എന്തായിരിക്കുമെന്ന് നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ്. യഥാർത്ഥത്തിൽ അവരൊരു അമ്മയാണ്, സ്വന്തം മകൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിലെന്ത് ഒരു സന്തോഷമാണ് അവർ കണ്ടത്? ഇനി ഈ പറയുന്ന പയ്യൻ, ഈ കുട്ടി നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയുമ്പോൾ അതെ നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം എന്ന് പറയേണ്ട ആളാണോ അവർ എന്നുള്ളതും കൂടി ഒരു ചോദ്യമല്ലേ, വലിയ ചോദ്യമാണ്. യഥാർത്ഥത്തിൽ അവരുടെ ഭാഗത്ത് നിന്ന് ആ ഒരു കർത്തവ്യബോധം ഉടനെ വന്നില്ല എന്നുള്ളത് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് അവനെ തിരുത്തി കൊടുക്കേണ്ടതോ അല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതോ ആയ ഒരു കർത്തവ്യബോധം, ഒരു ഉത്തരവാദിത്ത ബോധം അവർക്ക് വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം മൈത്രേൻ്റെ ഒക്കെ സൃഷ്ടിയിൽ ചിലപ്പോൾ ഇത് വളരെ വിപ്ലവകരമായ മാറ്റമായിരിക്കും, അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ കുട്ടിക്ക് 18 വയസ്സായിട്ടുണ്ടെങ്കിൽ ഞാനത് പറയില്ല. 18 വയസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ശരി, 2 പ്രായപൂർത്തിയായ ആളുകളാണ്, ഇനി അവിടെ ബാക്കിയെല്ലാം മാറ്റി വെക്കൂ, അവരമ്മയാണ് സ്ത്രീയാണ് എന്നൊക്കെ മാറ്റി വെക്കൂ. പക്ഷേ 18 വയസ്സാണെങ്കിൽ അവർ രണ്ടുപേരും എവിടെയെങ്കിലും പോയാലെങ്കിൽ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. അവരുടെ താല്പര്യം പുറത്തിന് നിയമത്തിൻ്റെ മുന്നിൽ അവർ എന്താണോ നിൽക്കുന്നത് അത് ആ രീതിയിൽ നിൽക്കട്ടെ എന്ന് പറയാം. പക്ഷേ 18 വയസ്സാകാത്ത അതായത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു കുട്ടിയുടെ സുരക്ഷ എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയോടൊപ്പം പോകുമ്പോൾ അത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. ഇനി ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തുക തന്നെ വേണം. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു സംശയവും അക്കാര്യത്തിലില്ല. കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവായിട്ടുള്ള ഒരു കുടുംബ ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ, ഭർത്താക്കന്മാർ കുറച്ചുകൂടെ ടോക്സിസിറ്റിയിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ, ഭാര്യമാർ ഓവർ സ്വാതന്ത്ര്യം എടുക്കുന്ന കാര്യത്തിൽ നിന്ന് മാറിയിട്ടില്ലെങ്കിൽ ഈ ഒന്നും മുന്നോട്ട് പോകുന്ന കാര്യമല്ല. ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഒരു 10-50 കൊല്ലം കൊണ്ട് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയിലേക്ക് പോകുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല.